നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നാരോപിച്ച് BJP ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഞ്ച് ദിവസമായി നടക്കുന്ന ദേവസ്ഥാനം സംഗീതോത്സവം സമാപിച്ചു. പെരുന്നാളിൽ ചിലവ് കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എടത്തിരുത്തി കർമ്മലമാതാ കൊറോണ പള്ളിയിലെ ഇടവകാംഗങ്ങൾക്ക് രൂപിച്ച ഫണ്ട് കൈമാറി. വാർത്തകൾ വിശദമായി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നാരോപിച്ച് BJP ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പഞ്ചായത്ത് മടിച്ചവനെ കട്ടുമുടിച്ചത് പോരാതെ വാഴും സത്യമായിട്ട് BJP ചാഴൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും നാട്ടിക മണ്ഡലം BJP ജനറൽ സെക്രട്ടറി PR സിദ്ധൻ ഉദ്ഘാടനം. പണം കൊണ്ട് വാങ്ങിയ കാറിലാണ് BJP-കാരന്റെ പ്രസിഡന്റ് അല്ലാതിരിക്കില്ല ജയരാജൻ സഞ്ചരിക്കുന്ന വാഹനം ഈ നാട്ടിലെ BJP-കാരടക്കമുള്ള പാവപ്പെട്ട കർഷക തൊഴിലാളികളടക്കം പണി ചെയ്ത അവരുടെ വിയർപ്പിന്റെ തുണ്ടുകൊണ്ട് വാങ്ങിച്ച ബൊളോറോ വണ്ടിയിലാണ് ജയരാജൻ നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഇത് പാർട്ടിയുടെ വാഹനമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജയരാജൻ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രസിഡന്റായി മാറാനുള്ള ജാഗ്രത കാണിക്കണം. ജയരാജൻ വാളുമായിട്ട് പാതിരാത്രിയിൽ BJP-ക്കാർക്കെതിരെ ഇറങ്ങി വന്നു എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിരുദ്ധമാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടി ചെയ്ത ജയരാജൻ ഈ പഞ്ചായത്ത് സ്ഥാനം, വാർഡ് മെമ്പർ സ്ഥാനം രാജിവെക്കുകയും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആമുഖമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ജയരാജൻ രാജിവെക്കണം. ഭാഗ്യത്തിൽ വാളുമായി ജയരാജൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അന്തിക്കാട് പോലീസ് കൊണ്ടുപോയി എന്ന് എന്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം ജയരാജൻ വാളുമായി ഇറങ്ങിച്ചെന്നത് RSS BJP-ക്കാരുടെ ചുണക്കുട്ടന്മാരുടെ അടുത്തേക്കാ. എന്റെ പൊന്നു ജയരാജ, ഞങ്ങളുടെ കുട്ടികൾ നിന്നെ കണ്ടുവെന്നെങ്കിൽ ചെങ്കോടി പുതപ്പിക്കേണ്ടി വന്നില്ല. നിന്നെ ചെങ്കോടിക്കോ ചാഴൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാണ്. ജയരാജന്റെ അന്ത്യശേഷം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാണ്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു ചെങ്കോടിയും ലാഭമാക്കി അന്തിക്കാടിന്റെ ബഹുമാനപ്പെട്ട പോലീസ്. കാരണം വാളുമായി ഇറങ്ങിയ ജയരാജിനെ പോലീസ് പിടിച്ചുകൊണ്ടതിന്റെ അടിസ്ഥാനത്തില് ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഒഴിവായി കിട്ടിയതിൽ ഞങ്ങളേറെ സന്തോഷിക്കുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റി അംഗം ദിനേഷ് കണ്ണോളി അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറി സേവിൻ പള്ളത്ത്, മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സർജു തോയ്ക്കാവ്, ഉദയൻ തെക്കിനിയത്ത്, പ്രസന്നൻ ഞാറ്റുവെട്ടി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ചാഴൂർ വടക്കേ ആലിന് സമീപം നവീകരിച്ച ഭാരത് ഗ്യാസ് ഏജൻസിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ, വാർഡംഗങ്ങളായ ഒറ്റാലി സുരേഷ്, രാജൻ പൊലിയടത്ത്, കോൺഗ്രസ് നേതാവ് ജോസ് വള്ളൂർ തുടങ്ങിയവരും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടന വേളയിൽ സംബന്ധിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയതായി പരാതി. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ല് പടിഞ്ഞാറ് പൊറ്റയിൽ അനൂപിനെയാണ് ഇതു സംബന്ധിച്ച് വലപ്പാട് CI KT സലീൽ കുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 14-ാം തീയതിയാണ് പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയത്. ഏങ്ങണ്ടിയൂരിൽ ഇവർ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയാണ് ഇവരെ പിടികൂടിയത്. എടമുട്ടം പാലപ്പെട്ടി പാട്ടുകുളങ്ങര കാരയിൽ തെക്കൂട്ട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച ഭണ്ഡാരം കുത്തിത്തുറന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് ഭരണസമിതി അംഗങ്ങൾ ഭണ്ഡാരം തുറക്കാറ്. ഇതിനാൽ ഭണ്ഡാരം തുറന്നിട്ട് 6 മാസമായെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ക്ഷേത്രത്തിലെ 20 വർഷം മുമ്പ് സ്ഥാപിച്ച ഗരുഡ പ്രതിമ സാമൂഹിക വിരുദ്ധർ തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രി ആണ് സംഭവം.
രാത്രി 11 മണിവരെ കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നതായും ഇവർ ക്ഷേത്രത്തിൽ നിന്നും പോയതിനു ശേഷമാണ് ആക്രമണമെന്നും പറയുന്നു. വെളുപ്പിന് ക്ഷേത്രത്തിലെത്തിയ ശാന്തിയാണ് ആലിൻചുവട്ടിൽ തകർന്ന നിലയിൽ പ്രതിമ കണ്ടത്. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇത് രാത്രി 11 മണി വരെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. 11 മണിക്ക് ശേഷമാണ് പോണത്. രാവിലെ ശാന്തി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഈ ഗരുഡൻ്റെ വിഗ്രഹം വീണ് കിടക്കുകയാണ്, വന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ സ്ഥലത്തെത്തി. ഇവിടെ തന്നെ ട്രസ്റ്റ് മെമ്പേഴ്സിനെല്ലാം വിളിച്ച് വിവരം അറിയിച്ചു. അവരെല്ലാവരും വന്നതിന് ശേഷം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പോലീസുകാർ വന്ന് റിപ്പോർട്ട് എഴുതി പോയി. തിരിച്ച് പോലീസ് സ്റ്റേഷനെ വിളിച്ചു. അവർ എഴുതി കൊടുക്കാൻ പറഞ്ഞു. കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. എഴുതി കൊടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 13-ാം വാർഡ് റോഡിലെ റീടാറിംഗിലെ അഴിമതിക്കെതിരെ CPI രംഗത്ത്. റോഡിലെ പൊടി മണ്ണ് നീക്കാതെ മുകളിലൂടെ മെറ്റൽ വിരിച്ച് പേരിന് മാത്രം റോഡ് ടാർ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് CPI നേതാക്കൾ രംഗത്ത് വന്നത്. നേതാക്കളായ A. അഷ്റഫ്, വലിയകത്ത്, PH ഖാലിദ്, KK പ്രേമൻ, RS സലീം, K. ഹരിഹര പുത്രൻ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അഴിമതിക്കെതിരെ വൻ പ്രതിഷേധവുമായിട്ട് വരും. ഈ റോഡ് പണിയിപ്പിക്കില്ല. അത് യാതൊരു സംശയമില്ലാത്ത കേസാണ്. നല്ല രീതിയിൽ പണിയാ. ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ കാരണം ആള് ഇപ്പൊ മെഷീനൊക്കെ വന്നിട്ട് ചെയ്തു അവർക്ക് വരും നഷ്ടം വരും. അതില്ലാണ്ടിരിക്കാൻ ഇപ്പോഴെ തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്തണത്. കളിച്ചുപോയി. ഏത് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തടയും. ഇതൊരു അഴിമതിയാണ്, വൻ അഴിമതിയാ. ഇവിടെ വെള്ളക്കെട്ടുള്ള ഭാഗമാണ്. ഇടവേള.